എന്റെ ജോണെ, ഇത്രയ്ക്കും കൊടുമ്പിരിക്കേണ്ട പ്രശ്നങ്ങൾ നടക്കുമ്പോ തനിക്ക് എങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ദാറ്റ്സ് മീ വർക്കിച്ചൻ, ദാറ്റ്സ് മീ. ഈ ഹൗസ് ബോട്ടിന്റെ റിഥം ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഐ ഫീൽ റിലാക്സ്ഡ്. നോ പ്രഷർ, നോ ടെൻഷൻ. പിന്നെ ഈ കായലിനപ്പുറം നമ്മളെ മാത്രം കാത്തുകിടക്കുന്ന നിധിയെ കുറിച്ച് ഓർക്കുമ്പോ ഐ ഫീൽ ത്രിൽ ടു. ജനകീയ പ്രക്ഷോഭത്തിനും സ്ഥലം എം പി വിശുദ്ധ പുണ്യാളന്റെ സുവിശേഷത്തിനും ഹിതപരിശോധനയ്ക്കും അവന്റെ ഒക്കെ അമ്മയുടെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിനും ഒടുവിൽ താനും ഞാനും ചേർന്ന് വാരിക്കോരി കടൽ കടത്താൻ പോകുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ടൺ കണക്കിന് കരിമണ. അയ്യോ ജോണെ, അതൊക്കെ പിന്നെയുള്ള കാര്യം. ആശുപത്രി കിടക്കുന്ന ആ പെൺകൊച്ചു ബോധം തെളിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ താനും ഞാനും അതോടെ തീർന്നു. നോ ഡൗട്ട്. കാര്യം ആ പെൺകൊച്ചു കിടക്കുന്നത് നമ്മുടെ ആശുപത്രിയിൽ എന്ന് വെച്ച് നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും പ്രവർത്തിച്ച് അവളെ അങ്ങ് തട്ടിക്കളയാൻ ഏതെങ്കിലും ഡോക്ടർ വില്ലിങ് ആവുമോ? എവിടെ? അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവന്മാരൊന്നും ആ കൂട്ടത്തിലില്ല. അതിനി ആരെങ്കിലും തയ്യാറായാൽ തന്നെ ഞാൻ അതിന് സമ്മതിക്കുമോ വർക്കിച്ചൻ? നോ, നെവർ. അതെന്താ ജോണെ അങ്ങനെ പറഞ്ഞേ? യൂസ് യുവർ ബ്രെയിൻ ഇഫ് യു ഹാവ് എനി. നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്ന ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ വിശദമായ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. അവളുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ഒരു ഡീറ്റെയിലിനെ കുറിച്ചുള്ള റെഫറൻസ് ഉണ്ടായാൽ മതി. വി ആർ ട്രാപ്ഡ്. യോ, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയില്ല. എന്നാ പിന്നെ ഞാൻ തന്നോടൊരു കാര്യം പറയാം. ആ വർമ്മയുടെ കേസ് കെട്ട് ഒതുക്കിയതുപോലെ ഈ പെങ്കൊച്ചിന്റെ കാര്യത്തിലും വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാൻ നമ്മുടെ ആ പിന്നെ മുസാഫറിനോട് പറ. വർക്കിച്ചൻ, ഞാൻ മുമ്പും തന്നെ വാൺ ചെയ്തിട്ടുള്ളതാണ്. നമുക്കിടയിൽ ആ പേര് റെഫർ ചെയ്യരുത്. അല്ല പിന്നെ അതെന്നാ ഏർപ്പാടാ? എല്ലാ കാര്യവും നമ്മൾ ഒരുമിച്ച്. ഈ ലിങ്ക് മാത്രം താൻ വിട്ടുതരുന്നില്ല. റൈറ്റ് യു ആർ. നമുക്കിടയിൽ അങ്ങനെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, നിയന്ത്രണ രേഖ. മറികടക്കുന്നത് മുസാഫറിന് ഇഷ്ടമല്ല. മോനെ സ്റ്റീഫൻ എന്തിടാ, വിളിക്കാവനെ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ന്യൂറോ സർജൻ ഉണ്ട്, വൺ ഡോക്ടർ വിശ്വേശ്വരമൂർത്തി, ബേസ്ഡ് ഇൻ മലേഷ്യ. അയാൾ ആളുമുറ്റ. ഇവിടെ ഡ്രഗ് മാഫിയയുമായുള്ള ബന്ധത്തിന് അകത്ത് പോകുമെന്ന് വന്നപ്പോ മലേഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഞാനാ. ഇന്നലെ അയാൾ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിരുന്നു. പതുക്കെ പതുക്കെ നാടികളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന എ മോർട്ടൽ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്. അയാൾ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസേജ് ഉള്ളിൽ ചെന്നാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കും. ഒരു രാസപരിശോധനയിലും ഈ കെമിക്കൽസിന്റെ ട്രേസ് ഉണ്ടാവില്ല. കൊള്ളാവല്ലോ ജോണെ, കേൾക്കുമ്പം തന്നെ നമുക്കൊരു ഒരു 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 മനഃശാന്തി തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ മരുന്ന് അവിടെ ദേഹത്തെങ്ങനെ കയറ്റും? സ്റ്റീഫൻ സർ, നിനക്കിന്ന് മുതൽ പുതിയൊരു ജോലിയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. Excuse me? Yes. Your ID? Okay. ക്രസന്റ് കെമിക്കൽസ് രത്നഗിരി 4 വർഷങ്ങൾക്ക് മുമ്പ് നിസ്സാര വിലയ്ക്ക് ഈ ഫാക്ടറി ജോൺ വർഗീസ് ഏറ്റെടുക്കുമ്പോൾ ഈ പ്ലാന്റ് ഭീമമായ നഷ്ടത്തിലായി. ഇന്ന് ക്രസന്റ് കെമിക്കൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന കെമിക്കൽ ഫാക്ടറികളിൽ ഒന്നാണ്. സുഹറെ കാണാതായ അന്ന് രാവിലെ അവരെ ഫോണിൽ വിളിച്ച ചെറുപ്പക്കാരൻ STD ബൂത്തിൽ മറന്നു വെച്ചുപോയ ഈ മാഗസിനിൽ പച്ച മഷിയിൽ അടിവരയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫാക്ടറിയെ കുറിച്ചുള്ള റെഫറൻസ് ആണ്. സോ ക്രസന്റ് കെമിക്കൽസിന്റെ ഹിസ്റ്ററി അറിയാൻ ഞാൻ രത്നഗിരി DCP ശക്തിവേലിനെ കോൺടാക്ട് ചെയ്തു. ആൻഡ് ഹി ഹാസ് സം വെരി ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ഫോർ us. യെസ് ശക്തിവേൽ Sir, John Varghese இந்த ஃபேக்டரி வாங்குறதுக்கு முன்ன யூசப் கான் கிட்ட தான் இருந்தது. He is basically from Kerala. அவனோட சரியான வேலை ஸ்மக்லிங் 1970sல ஸ்டீரியோ, துணி, பெர்ஃப்யூம் இதுல ஆரம்பிச்சு அதுக்கு அப்புறம் பெரிய கோல்ட் ஸ்மக்லர் ஆயிடுச்சு. Now a major hawala dealer. This is his graph. பப்ளிக் முன்னாடி நல்ல பேரு கிடைக்கிறதுக்கு தான் அந்த ஆளுக்கு இந்த ஃபேக்டரி.
ബിസിനസ്സിലെ ലാസ് വന്നാച്ച് ജാൻ വർഗീസ്ക്ക് വിത്താച്ച്. And there lies the crucial point. രത്നഗിരി ബേസ് ചെയ്ത് മംഗലാപുരത്തിനും മുംബൈക്കും ഇടയിൽ നടക്കുന്ന മുഴുവൻ ഹവാല ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്ന യൂസഫ് ഖാനും രാജ്യസഭാ എം പി ജോൺ വർഗീസും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ഫാക്ടറി കച്ചവടത്തിനപ്പുറം നീളുന്ന എന്ത് കൊടുക്കൽ വാങ്ങലാണ് അവർ തമ്മിലുള്ളത്? സുഹറെ ബൂത്തിൽ നിന്ന് വിളിച്ച 25-നും 30-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരനും 70 കഴിഞ്ഞ യൂസഫ് ഖാനും തമ്മിൽ എന്താണ് ബന്ധം? ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, കഴിഞ്ഞ 5 ദിവസങ്ങളായി എവിടെയാണെന്ന് ആർക്കും അറിയാത്ത യൂസഫ് ഖാൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ? What do you mean, Chandrasekhar? Yes sir, he is also missing. 4 நாளைக்கு முன்னாடி யூசப் கானோட எல்டர் டாட்டர் கொடுத்த மேன் மிஸ்ஸிங் கம்ப்ளைண்ட்ல ரத்னகிரி போலீஸ் கேஸ் ரெஜிஸ்டர் பண்ணி விசாரணை ஆரம்பிச்சாச்சு. ജോൺ വർഗീസുമായി ബിസിനസ് ഇടപാടുള്ള യൂസഫ് ഖാനെയും സുഹറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അൺനോൺ ഫാക്ടറാണ് ഈ ഫോൺ ചെയ്ത ചെറുപ്പക്കാരൻ. ഇഫ് മൈ ഇൻറ്റ്യൂഷൻ ഇസ് റൈറ്റ്, യൂസഫ് ഖാൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം വരേണ്ടത് കാർഡുകളിൽ നിന്നാണ്. സുഹറെ കണ്ടെത്തിയ അതേ കാർഡുകളിൽ നിന്ന്. എവിടെ? കുറച്ചുള്ളിലാണ് സാർ, 5 കിലോമീറ്റർ ഉണ്ട്. നാസർ, സാർ, ഈ ചുറ്റുപാടുമൊക്കെ താൻ സെർച്ച് ചെയ്തോ? ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറേ ഒരു വുഡ് ഹൗസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടു സാർ. കാട്ടിനുള്ളിൽ കഞ്ചാവ് കൃഷി നടത്തുന്നവന്മാരുണ്ടാക്കുന്ന ചില ടെമ്പററി ഹൈഡൌട്ട്സ് ഉണ്ട്. ഉപയോഗം കഴിഞ്ഞാൽ അവന്മാരത് കത്തിച്ച് കളയാറുണ്ട്. ഇനി ചിലപ്പോ വല്ല കയ്യബദ്ധവും പറ്റിയതാവാം. സർ, കെട്ടിടവും ബോഡിയും തമ്മിൽ ഇത്രയ്ക്ക് ഡിസ്റ്റൻസ് ഉള്ള സ്ഥിതിക്ക് ഈ 2 സംഭവങ്ങളും തമ്മിൽ ഒരു സ്ട്രേറ്റ് ലിങ്ക് കാണില്ല. ആ ഭാഗത്തെ പുല്ലും കരിയിലേക്ക് കത്തി നശിച്ചിട്ടുണ്ട്. സോ ബോഡി അവിടെ ഇട്ട് കത്തിച്ചതാണെന്ന് വ്യക്തം. പക്ഷെ ഈ ബോഡിക്ക് ചുറ്റും ഒരു പുൽനാമ്പ് പോലും കരിഞ്ഞിട്ടില്ല. മീൻസ് ഈ ബോഡി മറ്റെവിടെയോ ഇട്ട് കത്തിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഇഫ് ഐ ഗസ് റൈറ്റ്, നാസർ പറഞ്ഞ വുഡ് ഹൗസിലിട്ടാവണം ഈ ബോഡി കത്തിച്ചത്. സുദേവ്, സർ, അവിടെ ഒരു തറോ ഫോറൻസിക് സെർച്ചിനുള്ള ഏർപ്പാട് ഉടനെ ഉണ്ടാകും. ഓക്കെ സർ. ആൻഡ് നാസർ, സർ, ഈ പ്രദേശത്തെ ഏറ്റവും പ്രോമിനന്റ് കഞ്ചാവ് കൃഷിക്കാരൻ ആരാണെന്നതിനെ കുറിച്ച് തനിക്കൊരു ധാരണയെങ്കിലും ഉണ്ടാവൂല്ലോ. ഹൂ ഇസ് ഇറ്റ്? സാർ, കേട്ടറിവുള്ള കാര്യം ശരിയാണെങ്കിൽ MP ജോൺ വർഗീസിന്റെ അടുത്തൊരു ബന്ധുവാ, മുൻമന്ത്രി ഇടിക്കുളയുടെ മകൻ ജോയി ഇടിക്കുള. ജോയ് ഇടിക്കുള. സുദേവ്, സർ. ഷിഫ്റ്റ് ദ ബോഡി. യെസ് സർ. ഓട്ടോപ്സിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രാമേന്ദ്രനെ കൊണ്ടുവരാൻ ഒരു സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഓക്കെ സർ. ക്യാരി ഓൺ. സർ.